കോഴിക്കോട് പുതുപ്പാടിയിൽ വീടിന് നേരെ ആക്രമണം നടത്തിയ 9 ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. LDF സ്ഥാനാർത്ഥിയുടെ ബന്ധുവിന്റെ വീടിന് നേരെയായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണം. ആഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകർ ഇരച്ചു കയറുകയും സ്ഫോടക വസ്തു എറിയുകയുമായിരുന്നു. വിവരങ്ങളുമായി ആകാശ് തടത്തിലുണ്ട്. ആകാശ്, ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്, നടപടിയെടുത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലീഗ് പ്രവർത്തകരായ 9 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സാഹചര്യത്തിൽ ഉണ്ടായ ആക്രമണമാണ്. ഫലത്തിന് പിന്നാലെ ജില്ലയിൽ ഉടനീളം ആക്രമണം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പുതുപ്പാടിയിലെ 12ാം വാർഡിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 12ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ ജലീൽ കോയ തങ്ങളുടെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹം അവിടെ പരാജയപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ആഹ്ലാദ പ്രകടനമായിട്ട് ലീഗ് പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഇരച്ചു കയറുകയും കൂടാതെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളും കൂടാതെ കയ്യിലുണ്ടായ ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഏതായാലും അവിടെ ഉറൂസ് നടക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇവരെ ഇരച്ചു കയറുന്നത് കണ്ട് പേടിച്ച് കരയുന്നതെല്ലാം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി CPM പ്രവർത്തകർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൊടുത്ത് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ആക്രമണം വളരെ ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുണ്ടായ കൂട്ടാക്രമണമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ CPM പ്രവർത്തകർ പറയുന്നത്. ആസൂത്രിതമായി തന്നെ ഇവർ ഇവിടെ ഈ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തുകയും കൂടാതെ തന്നെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു എറിയുകയുമായിരുന്നു. അതിൽ അവശേഷിച്ച സ്ഫോടക വസ്തുവാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകാശ് തടത്തിലാണ് വിവരങ്ങൾ നൽകിയത്.